ഇന്ത്യയിലോ വിദേശത്തോ MBBS പഠനം കഴിഞ്ഞതിന് ശേഷം മന്ത്ലി ഏകദേശം 8,000 അമേരിക്കൻ ഡോളർ, അതായത് ഇന്ത്യൻ മണി ഏകദേശം ഒരു 6,50,000 രൂപ ഇങ്ങോട്ട് സ്റ്റൈഫൻഡ് മേടിച്ചുകൊണ്ട് ഫ്രീ ആയിട്ട് MD പഠിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പറ്റും. അങ്ങനെ ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. സോ നമ്മുടെ ഈ ഗ്ലോബൽ ഡോക്ടർ എന്ന് പറയുന്ന സീരീസിലെ രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് അമേരിക്കയിൽ പോയിട്ട് ഫ്രീ ഓഫ് കോസ്റ്റ് നമുക്കൊരു PG ചെയ്യാനായിട്ട് സാധിക്കുക, അത് കൂടാണ്ട് നമ്മുടെ MBBS ഡിഗ്രി അവിടെ എങ്ങനെയാണ് രജിസ്ട്രേഷൻ കിട്ടുക, ഇതിന് വേണ്ട പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ലഭിക്കണമെങ്കിൽ നമ്മൾ പഠിക്കുന്ന മെഡിക്കൽ യൂണിവേഴ്സിറ്റീസിന് എന്തൊക്കെ അപ്രൂവൽ ആണ് വേണ്ടത് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിൽ കറണ്ടിൽ ഒരു മെഡിക്കൽ ലൈസൻസിങ് എക്സാമിനേഷൻ ഉണ്ട്. നമ്മൾ ഇന്ത്യയിൽ നെസ്റ്റ് എന്ന് പറയുന്ന ഒരു എക്സാമിനേഷൻ ഇംപ്ലിമെന്റ് ചെയ്യുമെന്ന് പറയുന്ന പോലെ ഓൾറെഡി എന്തുണ്ട്, അമേരിക്കയിൽ USMLE എന്ന് പറഞ്ഞൊരു പരീക്ഷയുണ്ട്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മെഡിക്കൽ ലൈസൻസിങ് എക്സാമിനേഷൻ. സോ അപ്പൊ അമേരിക്കയിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ലൈസൻസ് കിട്ടണമെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് അവിടെ PG കിട്ടണമെങ്കിലോ എന്ത് വേണം, നമ്മൾ USMLE എന്ന് പറയുന്ന ഒരു പരീക്ഷ എഴുതേണ്ടതായിട്ടുണ്ട്. ഇനി USMLEക്ക് ടോട്ടലായിട്ട് 3 ഫേസ് ഓഫ് എക്സാമിനേഷൻസ് ആണ് ഉള്ളത്. അതിൽ USMLE ഫസ്റ്റ് ഉണ്ട്, സെക്കൻഡ് ഉണ്ട്, തേർഡ് ഉണ്ട്. ഓക്കെ, സോ ഈ ഒരു 3 ഫേസ് ഓഫ് എക്സാമിനേഷൻ ഒക്കെ എന്തൊക്കെയാണെന്നുള്ള കാര്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ പറയുന്ന USMLE എന്ന് പറയുന്ന പരീക്ഷ എഴുതണമെങ്കിൽ നമ്മൾ പഠിക്കുന്ന മെഡിക്കൽ യൂണിവേഴ്സിറ്റി, അതായത് നമ്മൾ MBBS പഠിക്കുന്ന മെഡിക്കൽ കോളേജിന് കുറച്ച് എന്ത് വേണം, അംഗീകാരങ്ങളൊക്കെ വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അവിടെ പോയിട്ട് പരീക്ഷ എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. അത് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഫസ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. സോ USMLE എന്ന് പറയുന്ന പരീക്ഷ നമ്മൾ എഴുതണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് വേണം, ECFMG എന്ന് പറയുന്ന ഒരു സംഘടനയുടെ അംഗീകാരമുള്ള മെഡിക്കൽ യൂണിവേഴ്സിറ്റി ആയിരിക്കണം. അതാണ് നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ECFMG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എഡ്യൂക്കേഷൻ കമ്മീഷൻ ഫോർ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് എന്ന് പറയുന്ന ഒരു സംഘടനയാണ്. സോ ഈ പറയുന്ന USMLE എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്, ECFMG എന്ന് പറയുന്ന സംഘടനയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ MBBS കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ECFMGയുടെ വെബ്സൈറ്റിൽ പോയിട്ട് നമ്മൾ എലിജിബിലിറ്റിക്ക് അപ്ലൈ ചെയ്യും. ആ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് USMLEയുടെ ഫസ്റ്റ് എക്സാമിന് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ അപ്പൊ നമ്മൾ പഠിക്കുന്ന മെഡിക്കൽ യൂണിവേഴ്സിറ്റിക്ക് ECFMGയുടെ അപ്രൂവൽ ഉണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാനായിട്ട് 2 മെത്തേഡ്സ് ആണുള്ളത്. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ മെഡിക്കൽ സ്കൂൾ ഡയറക്റ്റ് ഉള്ളിൽ പോയിട്ട് നമുക്ക് അതിനകത്ത് നിന്ന് കൺട്രി സെലക്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ നമുക്ക് കോളേജ് സെലക്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താണ്, അതിനകത്ത് സ്പോൺസർ നോട്ട് എന്ന് പറയുന്ന ഒരു ഏരിയ അവൈലബിൾ ആണ്. ആ ഒരു സ്പോൺസർ നോട്ട് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ECFMG അപ്ഡേറ്റഡ് ആണോ എന്നുള്ളൊരു കാര്യം നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇനി ഇതിനേക്കാൾ വളരെ ആക്യുറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ വേറെ ഉള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് നേരെ എന്ത് ചെയ്യാം, നമ്മൾ ECFMGയുടെ തന്നെ വെബ്സൈറ്റിൽ പോവാം. ECFMGയുടെ വെബ്സൈറ്റിൽ പോയതിനു ശേഷം അതിനകത്ത് സ്റ്റുഡന്റ് ആപ്ലിക്കേഷൻ പോർട്ടൽ ഉണ്ട്. സ്റ്റുഡന്റ് ആപ്ലിക്കേഷൻ പോർട്ടൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോ കൺട്രിയും സെലക്ട് ചെയ്യാം. അതിനുശേഷം ECFMG ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കോളേജുകളുടെ ലിസ്റ്റ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. സോ ഈ ഒരു 2 കാര്യം നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഒരു കോളേജ് ചൂസ് ചെയ്യാനായിട്ട് പോവുക. ഓക്കെ, ബിക്കോസ് നിങ്ങൾ ഇപ്പോൾ US പോകുന്നെങ്കിൽ മാത്രം US പോയിട്ട് PG ചെയ്യണം, ഫ്രീ ആയിട്ട് PG ചെയ്യണം, മന്ത്ലി ഒരു 6-7 ലക്ഷം രൂപയ്ക്ക് ഇങ്ങോട്ട് സ്റ്റൈഫൻഡ് ഒക്കെ കിട്ടണമെന്ന് നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ ചെക്ക് ചെയ്യുന്നത് വളരെ വളരെ നല്ലതായിരിക്കും. ഓക്കെ, ഈ ഒരു 2 മെത്തേഡിലും ECFMGയുടെ അപ്രൂവൽ ഉണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് ഓൾറെഡി ഞാൻ ബയോയിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പൊ ECFMGയുടെ അപ്രൂവൽ മാത്രം ഉണ്ട് എങ്കിൽ നമുക്ക് USMLE എഴുതാൻ സാധിക്കും എന്നതല്ല മീനിങ്. നമുക്ക് ഫസ്റ്റ് വേണ്ട കടമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ECFMGയുടെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് മേടിക്കുക എന്നത് തന്നെയാണ്. ദെൻ രണ്ടാമതായിട്ട് 2025 മുതൽ 2025 മുതൽ USMLE പാത്വേ പ്രോഗ്രാംസ് എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പാത്വേ പ്രോഗ്രാംസ് എന്താണ് എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ബിക്കോസ് അത് കുറച്ച് എന്താണ് വലിയൊരു ഏരിയ ആണ്. അതിനൊരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ മാത്രം പറഞ്ഞു തരാം. നമ്മൾ എന്താണ് US പുറത്ത് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് എങ്കിൽ, അപ്പൊ നമ്മൾ എന്തായാലും എന്താണ് വിദേശത്ത് പഠിച്ചിട്ടാണ് US പോകുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്ത് വേണം, USMLE പാത്വേ 3 എന്ന് പറഞ്ഞൊരു സംഭവം എനേബിൾ ആയിട്ട് ആവേണ്ടതായിട്ട് ഉണ്ട്. അതായത് നമ്മൾ പഠിക്കുന്ന കോളേജിന് എന്ത് വേണം, 2025 മുതൽ WFME എന്ന് പറയുന്ന ഒരു റെക്കഗ്നൈസേഷൻ കൂടെ വേണമെന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ എന്തായാലും എന്താണ് 2025 അത് ആപ്ലിക്കബിൾ ആവുകയാണ് എങ്കിൽ നമ്മൾ പഠിക്കുന്ന ഒരു മെഡിക്കൽ യൂണിവേഴ്സിറ്റിക്ക് എന്താണ് WFMEന്റെ റെക്കഗ്നൈസേഷൻ കൂടെ ഉണ്ട് എങ്കിൽ മാത്രമേ അത് പോസിബിൾ ആവത്തുള്ളൂ. അപ്പൊ നമ്മൾ ECFMGയും WFMEയും എന്താണ് എനേബിൾ ആണോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, മെഡിക്കൽ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുക. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അമേരിക്കയിലോട്ട് എൻട്രി എന്തായാലും പോസിബിൾ ആവാനായിട്ട് പോകുന്നില്ല. ദെൻ ഇനി വരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ അമേരിക്കയുടെ എക്സാമിനേഷൻ കൊടുക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നൊരു കാര്യമാണ്. ഇതിനൊരു പാസിംഗ് റേഷ്യോ എത്രയാണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ നമ്മൾ USMLE ഫസ്റ്റിന്റെ ഒരു പാസ് റേഷ്യോ നമ്മൾ നോക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ ദാൻ 90%, 90% മുകളിൽ എന്തുണ്ട് പാസ് റേഷ്യോ കഴിഞ്ഞൊരു 4-5 വർഷങ്ങൾ നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി
USMLE സ്റ്റെപ്പ് 1 എക്സാമിനേഷനകത്ത് നമുക്ക് എന്താണ് തിയറി പാർട്ട് മാത്രമാണുള്ളത്. അതായത് നമ്മുടെ നോൺ ക്ലിനിക്കൽ സബ്ജക്ട്സിന്റെ എക്സാമിനേഷൻ മാത്രമാണ് USMLE ഫസ്റ്റ് ഫേസ് എക്സാമിനേഷനകത്ത് നടക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് മെയിൻലി വരുന്നതെന്ന് പറഞ്ഞാൽ അനാട്ടമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി, പത്തോളജി, ഫാർമക്കോളജി, മൈക്രോബയോളജി, ദെൻ ബിഹേവിയറൽ സയൻസ്, ജെനറ്റിക്സ്, ഇമ്മ്യൂണോളജി, ന്യൂക്ലിയർ മെഡിസിൻ, മോളിക്കുലർ ബയോളജി, ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റിക്സ്, ഇത്തരത്തിലൊക്കെയുള്ള നോൺ ക്ലിനിക്കൽ സബ്ജക്ട്സുകൾ മാത്രമാണ് എന്തിനകത്ത് വരുന്നത് നമുക്ക് നമ്മുടെ USMLE ഫസ്റ്റ് എക്സാമിനേഷനകത്ത് വരുന്നത്. ഇനി USMLE ഫസ്റ്റ് എക്സാമിനേഷന്റെ ഒരു സ്ട്രക്ചർ നമ്മൾ നോക്കുന്ന സമയത്ത് USMLE ഫസ്റ്റ് എക്സാമിനേഷന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 8 hours ഡ്യൂറേഷൻ ആണ് വരുന്നത്. എക്സാമിനേഷന്റെ ടോട്ടലായിട്ട് 280 ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടലായിട്ട് വരുന്നത്. ഓരോ ബ്ലോക്കിലും എന്താണ് 40 ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ്, അങ്ങനെ 7 ബ്ലോക്കായിട്ട് തിരിച്ചിട്ടാണ് എന്ത് നടക്കുന്നത്, എക്സാമിനേഷൻ നടക്കുന്നത്. ഓക്കെ, ദെൻ അടുത്ത് വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനായിട്ട് നമുക്ക് എന്തുണ്ട് അപ് ടു 90 seconds വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ദെൻ ഒരു ബ്ലോക്കിനകത്ത് 45 മിനിറ്റ് എക്സാമിനേഷൻ ഉണ്ടാവും. 45 മിനിറ്റ് എക്സാമിനേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ട് 15 മിനിറ്റ് ബ്രേക്ക് ഉണ്ടാവും. സോ ഈ ഒരു മെത്തേഡിലാണ് നമ്മുടെ USMLE ഫസ്റ്റ് എക്സാമിനേഷൻ നടക്കുന്നത്. സോ നമുക്ക് എന്താണ് USMLE ഫസ്റ്റ് എക്സാമിനേഷൻ പാസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ USMLE സെക്കൻഡ് എക്സാമിനേഷൻ ആണ്. ഓക്കെ, സോ USMLE സെക്കൻഡ് എക്സാമിനേഷനകത്ത് നമുക്ക് 2 പാർട്ട് വരുന്നുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ CS, ദെൻ CK. അതായത് CS എന്ന് പറഞ്ഞാൽ ക്ലിനിക്കൽ സ്കില്ല്, ദെൻ CK എന്ന് പറയുമ്പോൾ ക്ലിനിക്കൽ നോളജ്. ഓക്കെ, ഇതിനകത്ത് ഫസ്റ്റ് വരുന്ന എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ CK തന്നെയാണ്, ക്ലിനിക്കൽ നോളജ്. അതായത് നമ്മൾ ക്ലിനിക്കൽ സബ്ജക്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് നോർമലായിട്ട് വരുന്ന ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, പീഡിയാട്രിക്സ്, ഗൈനക്കോളജി, ഓർത്തോയൊക്കെ പോലുള്ള ക്ലിനിക്കൽ സബ്ജക്ട്, അതായത് പേഷ്യന്റുമായിട്ട് ഡയറക്റ്റ് ഇന്ററാക്ഷൻ ഉള്ള ക്ലിനിക്കൽ സബ്ജക്റ്റിനകത്ത് നമുക്ക് എത്രത്തോളം അറിവുണ്ട് എന്നുള്ളൊരു കാര്യം നോക്കുന്നതാണ്. ഇതും എന്താണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് നടക്കുന്ന എക്സാമിനേഷൻ ആണ്. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ക്ലിനിക്കൽ സ്കില്ലാണ്. ക്ലിനിക്കൽ സ്കിൽ എന്ന് പറയുമ്പോൾ വേറൊന്നല്ല, നമുക്ക് എന്താണ് ക്ലിനിക്കൽ സബ്ജക്ട്സിനകത്ത് എത്രത്തോളം സ്കിൽ ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് അത് ചെക്ക് ചെയ്യുന്നത്. ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേഷ്യന്റ് ആയിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ഇന്ററാക്ഷൻസ് വരും, ദെൻ സിമുലേഷൻസ് വരും. ഈ ഒരു മെത്തേഡിലായിരിക്കും എന്ത് വരുന്നത്, നമ്മളെ ക്ലിനിക്കൽ നോളജ് അവർ അനലൈസ് ചെയ്യുന്നത്. ഈവൻ നമ്മുടെ USMLE സ്റ്റെപ്പ് 2 പാസിംഗ് റേഷ്യോ നമ്മൾ ലാസ്റ്റ് ഒരു 3 years നോക്കുകയാണെങ്കിൽ 85% മുകളിൽ എന്തുണ്ട് പാസ് റേഷ്യോ USMLE സ്റ്റെപ്പ് 2 ഉണ്ട്. ഓക്കെ, സോ വൺസ് നമ്മൾ USMLE ഫസ്റ്റും സെക്കൻഡും നമ്മൾ എഴുതി പാസ്സായി കഴിഞ്ഞാൽ നമ്മുടെ ഡിഗ്രിക്ക് US എന്ത് കിട്ടും, രജിസ്ട്രേഷൻ കിട്ടും. നമ്മൾ ഡിഗ്രിക്ക് US രജിസ്ട്രേഷൻ കിട്ടി എന്നത് കൊണ്ട് നിങ്ങൾ എന്താവില്ല ഒരു എന്താണ് ലൈസൻസ്ഡ് പ്രാക്ടീഷണർ ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതായത് ഇൻഡിപെൻഡന്റ് പ്രാക്ടീഷണർ ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, PG കൂടെ ചെയ്യണം. അപ്പൊ നമുക്ക് ഈ ഒരു ഫസ്റ്റും സെക്കൻഡും കഴിഞ്ഞാൽ നമുക്കൊരു ജൂനിയർ റെസിഡന്റ് പൊസിഷൻ ആയി. ഓക്കെ, നിങ്ങൾക്ക് വർക്ക് ചെയ്യാം, പക്ഷെ എന്താണ് ഒരു ഇൻഡിപെൻഡന്റ് മെഡിക്കൽ പ്രാക്ടീഷണർ അണ്ടറിലായിരിക്കും നിങ്ങൾ വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി നമ്മൾ ഇൻഡിപെൻഡന്റ് മെഡിക്കൽ പ്രാക്ടീഷണർ ആവണമെങ്കിൽ USMLE സെക്കൻഡിൽ നമ്മൾ മേടിക്കുന്ന മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് കിട്ടും, ഫ്രീ ഓഫ് കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, PGക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ഇന്ത്യയിലാണ് PG എന്ന് പറഞ്ഞൊരു ടേംസ് ഉള്ളത്. നമ്മളിപ്പോൾ US യൂസ് ചെയ്യുന്ന ഒരു ടേംസ് എന്ന് പറഞ്ഞാൽ റെസിഡൻസി പ്രോഗ്രാം എന്നാണ്. നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ അല്ലേ, നമ്മുടെ ഗ്ലോബൽ ടോക്സ് എന്ന് പറയുന്ന സീരീസിന്റെ ഫസ്റ്റ് വീഡിയോയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഞാൻ അതിന്റെ ലിങ്ക് കൂടെ ഇടുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോ കൂടെ കാണും, അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടും എന്താണെന്നുള്ളത്. ഓക്കെ, സോ നമ്മൾ റെസിഡൻസി പ്രോഗ്രാമിന്റെ ഡ്യൂറേഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ 3 മുതൽ 7 വർഷം വരെയാണ്. ഡിപ്പെൻഡ്സ് ഓൺ ഡിപ്പാർട്ട്മെന്റ് എന്ന് വരുന്നുണ്ട് നമുക്ക് റെസിഡൻസി പ്രോഗ്രാമിന്റെ ഡ്യൂറേഷൻ വരുന്നുണ്ട്. ഓക്കെ, ദെൻ നമ്മൾ റെസിഡൻസി ചെയ്യുന്ന സമയത്ത് നമുക്ക് മിനിമം $8000 വരെ എന്ത് വരുന്നുണ്ട്, ഇപ്പോൾ മന്ത് നമുക്ക് സ്റ്റൈഫൻഡ് വരുന്നുണ്ട്. അതായത് നമ്മുടെ ലിവിംഗ് കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് കൂടാണ്ട് നമുക്ക് എന്ത് വരുന്നില്ല, യാതൊരു തരത്തിലുള്ള ഫീസും ഇല്ലാണ്ട് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ബിക്കോസ് നമുക്ക് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രികളൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ PG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കിംഗ് പ്രൊഫഷണൽസ് ആണ്. നമ്മൾ ഇവിടെ പോലെ കോളേജിൽ പോയി പഠിക്കുന്ന സിസ്റ്റം ഒന്നുമല്ല. ഇപ്പോൾ ഓർത്തോയുടെ ഹോസ്പിറ്റൽ ഉണ്ടാവും, ഓർത്തോയുടെ ഹോസ്പിറ്റൽ എന്ത് ചെയ്യും, അവിടെ എന്താണ് ഒരു ഇൻഡിപെൻഡന്റ് മെഡിക്കൽ പ്രാക്ടീഷണർ അണ്ടറിൽ എന്താണ് വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കും അവരുടെ PG റെസിഡന്റ് എന്ന് പറയുന്നത്. ആ റെസിഡന്റ് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ആൾക്ക് ഡിഗ്രി അവാർഡ് ചെയ്യും. ഓക്കെ, സോ ആൾ ചെയ്യുന്ന ജോലിക്ക് എന്താണ് സ്റ്റൈഫൻഡ് എന്ന പേരിൽ സാലറിയും കിട്ടുന്നുണ്ടാവും. വളരെ എന്താണ് ഈസി ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ നമ്മൾ റെസിഡൻസി പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തത് കൊണ്ട് നമുക്ക് ഇൻഡിപെൻഡന്റ് മെഡിക്കൽ പ്രാക്ടീഷണർ ആവല് പോസിബിൾ അല്ല. ഇൻ ബിറ്റ്വീൻ ദ കോഴ്സ് റെസിഡൻസി പ്രോഗ്രാം നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ ദ കോഴ്സ് നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, USMLE തേർഡ് എക്സാമിനേഷൻ എഴുതേണ്ടതായിട്ടുണ്ട്. ബിക്കോസ് നമ്മൾ USMLEക്ക് 3 ഫേസ് എക്സാമിനേഷൻ ഉണ്ടല്ലോ. അത് നമ്മൾ കോഴ്സ് കഴിയണമെന്നില്ല. കോഴ്സിന്റെ 50% കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് USMLE തേർഡ് എക്സാമിനേഷൻ കൊടുക്കാം. നമ്മൾ എന്താണോ റെസിഡൻസി പ്രോഗ്രാമിൽ പിന്നെ നമ്മൾ പഠിക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു എക്സാമിനേഷൻ ആണ് USMLE തേർഡ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. സോ USMLE തേർഡ് എക്സാമിനേഷൻ കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായി, അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിലെ ഒരു രജിസ്റ്റേർഡ് ഫിസീഷ്യൻ, അതായത് നമ്മൾ ഒരു ഇൻഡിപെൻഡന്റ് മെഡിക്കൽ പ്രാക്ടീഷണർ എന്ന് പറയുന്ന ഒരു പൊസിഷനിലോട്ട് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കും. നോർമലി സ്റ്റുഡൻസ് ചിന്തിക്കുന്ന ഒരു കാര്യം ഉണ്ടാവും, ഇപ്പൊ ഇത്രയേറെ കടമ്പകൾ കടന്നിട്ടാണല്ലോ അവിടെ എന്താണ് ഒരു
ഡോക്ടറിന് ഇൻഡിപെൻഡന്റ് മെഡിക്കൽ പ്രാക്ടീസ് പോസിബിൾ ആകുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ നമ്മുടെ പാസിംഗ് റേഷ്യോ നമ്മൾ നോക്കുന്ന സമയത്ത് കമ്പാരിറ്റീവ്ലി പാസിംഗ് റേഷ്യോ വളരെ കൂടുതലുള്ള ഒരു കൺട്രിയാണ് USA എന്ന് പറയുന്നത്. കമ്പാരിറ്റീവ്ലി മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് നോക്കുന്ന സമയത്ത് മോർ ദാൻ 80% എന്ത് വരുന്നുണ്ട്, ലൈസൻസിങ് എക്സാമിനേഷന് പാസിംഗ് റേഷ്യോ ഉള്ള ഒരു രാജ്യമാണ് USA എന്ന് പറയുന്നത്. പിന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ അവരുടെ മെഡിക്കൽ PG പഠിക്കാനും അല്ലെങ്കിൽ അവരുടെ ഒരു സെറ്റിൽമെന്റ് ഓപ്ഷൻ നോക്കുന്ന ഒരു കൺട്രി USA തന്നെയാണ്. അതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രികളിൽ ഏറ്റവും നല്ല സാലറി ലഭിക്കുന്ന ഒരു കൺട്രി USA തന്നെയാണ്. ഓക്കെ, ഇപ്പൊ USA നമ്മൾ ഫ്ലോറിഡയൊക്കെ എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്ന ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഫ്ലോറിഡയാണ്. ഈവൻ നമ്മുടെ ബേസിക് സാലറി തന്നെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം $2,13,000 ബേസിക് സാലറി തന്നെ പറഞ്ഞിരിക്കുന്നത്. ബേസിക് സാലറി $2,13,000 ഇന്ന് ഇന്ത്യൻ മണിയിലോട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 1,80,00,000 രൂപയ്ക്ക് ഏകദേശം 2 കോടി രൂപയോളം ബേസിക് സാലറി അമേരിക്കയിൽ എല്ലായിടത്തും പറയുന്നുണ്ട്. ഓക്കെ, ദെൻ അടുത്ത സ്റ്റുഡൻസിന് വരുന്ന വലിയൊരു ഡൗട്ടാണ്, നമ്മളിപ്പോൾ വൺസ് എന്ത് ചെയ്ത് അവിടെ USMLE 3rd വരെയുള്ള എക്സാമിനേഷൻ ഒക്കെ പാസ്സായി, ദെൻ നമ്മുടെ ഒരു രജിസ്ട്രേഷൻ എങ്ങനെയാണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും അല്ലെ. സെയിം ലൈക്ക് ഇന്ത്യ തന്നെയാണ്. ഇപ്പൊ ഇന്ത്യയിൽ നമുക്ക് എന്തുണ്ട്, ഇവിടുത്തെ എക്സാമിനേഷൻ പാസ്സായി കഴിഞ്ഞാൽ അല്ലെ, വിദേശത്ത് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എക്സാമിനേഷൻ പാസ്സാവുന്നു, ഇനി ഇന്ത്യയിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ ഒരു എക്സാമിനേഷൻ ഇല്ല, ആൾക്ക് അത് കഴിഞ്ഞാൽ നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ രജിസ്ട്രേഷൻ കിട്ടും. സെയിം ലൈക്ക് അവിടെ സെൻട്രലൈസ്ഡ് രജിസ്ട്രേഷൻ ഉണ്ട്. അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഏത് സ്റ്റേറ്റിലോട്ടാണോ വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത് ആ സ്റ്റേറ്റിന്റെ രജിസ്ട്രേഷൻ സെപ്പറേറ്റ്ലി എടുക്കണം. ഇപ്പൊ നമ്മൾ ഫ്ലോറിഡയിലാണ് വർക്ക് ചെയ്യാൻ പോകുന്നതെങ്കിൽ ഫ്ലോറിഡയുടെ രജിസ്ട്രേഷൻ നമ്മൾ സെപ്പറേറ്റ്ലി ചെയ്യണം. നമ്മൾ സെയിം ലൈക്ക് നമ്മളിപ്പോൾ കേരളത്തിൽ വന്ന് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ TCMCയുടെ രജിസ്ട്രേഷൻ ചെയ്യുന്നത് പോലെ ഇനി കേരളത്തിൽ നിന്ന് നമ്മൾ തമിഴ്നാട്ടിലോട്ട് വർക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് എന്ത് ചെയ്യണം, നമ്മൾ TCMCയുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്ത് NOC മേടിച്ചിട്ട് തമിഴ്നാട് കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യും. സെയിം ലൈക്ക് നിങ്ങൾ ഫ്ലോറിഡയിൽ നിന്ന് ഇന്ത്യാനയിലോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഫ്ലോറിഡ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, NOC മേടിച്ചതിന് ശേഷം നിങ്ങൾ ഇന്ത്യാനയിൽ കൊണ്ടുപോയിട്ട് രജിസ്റ്റർ ചെയ്യണം. നമ്മൾ സ്റ്റേറ്റ് വൈസ് അങ്ങോട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നതിനൊന്നും വേറെ എക്സാമിനേഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇതാണ് നമ്മുടെ USMLE എക്സാമിനേഷന്റെ ഏകദേശമുള്ള ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ കറന്റ്ലി നിങ്ങൾ 10ാം ക്ലാസ്സിലോ +1ലോ +2ലൊക്കെ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണ്. ഇല്ല ഇനി കറന്റ് MBBS പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരോ ഇനി MBBS കഴിഞ്ഞ ആൾക്കാരൊക്കെ ആയിക്കോട്ടെ, നിങ്ങൾ അമേരിക്കയിൽ MBBS കഴിഞ്ഞതിന് ശേഷം അമേരിക്കയിൽ പോയിട്ട് PG ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അവിടെ സെറ്റിൽ ആവാനായിട്ടൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് എങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രോപ്പർലി നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മെഡിക്കൽ സ്കൂളിന് ഞാൻ ഈ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, യൂണിവേഴ്സിറ്റി നിങ്ങളൊന്ന് ചൂസ് ചെയ്യുക. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് USലോട്ട് പോയിട്ട് സെറ്റിൽ ആവാനായിട്ട് സാധിക്കത്തില്ല. ഓക്കെ, സോ USMLE എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്ന യൂണിവേഴ്സിറ്റിക്ക് ഈ പറയുന്ന അപ്രൂവൽസ് ഒക്കെ ഉണ്ടോ എന്നുള്ളതായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ സജഷൻസ് ഒക്കെ നിങ്ങൾ അറിയാനായിട്ട് പ്ലാൻ ഉണ്ട് എങ്കിൽ സ്ക്രീനിൽ എന്റെ നമ്പർ ഉണ്ട്, നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ നമ്മുടെ നെക്സ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ UK MBBS പഠനമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മളെ ഗ്ലോബൽ ഡോക്ടർ സീരീസിലെ അടുത്ത വീഡിയോ വരുന്നത് UK MBBS പഠനമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ്. UK എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ, ഞാൻ ഈ പറഞ്ഞ 5 ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യങ്ങളിൽ MBBS പഠിക്കാനായിട്ട് ചൂസ് ചെയ്യുന്ന ഒരു രാജ്യമാണ് UK. ബിക്കോസ് വേറൊന്നല്ല, ബഡ്ജറ്റീവ് ആയിട്ട്, അതായത് US, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് ആൻഡ് UK ഈ ഒരു 5 രാജ്യങ്ങൾ എടുക്കുന്ന സമയത്ത് ബഡ്ജറ്റീവ് ആയിട്ട് MBBS പഠിക്കാനായിട്ട് പറ്റുന്ന ഒരു രാജ്യം UK ആണ് കേട്ടോ. ബഡ്ജറ്റീവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എമൗണ്ട് കുറവെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈ 5 രാജ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ എമൗണ്ട് കുറവാണ്. ഏകദേശം പെർ ഇയർ ഒരു 35 to 40 lakhs ഫീസിലൊക്കെ നമുക്ക് MBBS പഠിക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണ് UK എന്ന് പറയുന്നത്. സോ എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത വീഡിയോയിൽ UK പോയിട്ട് MBBS പഠിക്കുന്നതിനെ കുറിച്ചും UK എന്തൊക്കെ തരത്തിലൊക്കെയുള്ള സ്റ്റഡി ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ള കാര്യത്തെ കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നതാണ് എന്റെ വിശ്വാസം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.